ഇസ്സി മിയാക്കിന്റെ ഒരു ഡിയോ ആണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാനിതിന്റെ റിവ്യൂ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇത് ഒറിജിനൽ അല്ല കേട്ടോ. ഞാൻ ആദ്യം അത് പറയാം, ഒറിജിനൽ അല്ല. ഇത് ഫസ്റ്റ് കോപ്പി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവര് ഇസ്സി മിയാക്കി എന്ന് ഇവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 195 ml ആണ് ക്വാണ്ടിറ്റി വരുന്നത്. ഇതിന് പ്രൈസ് വരുന്നത് 240 രൂപ. പെർഫ്യൂം ഇസ്സി മിയാക്കി എന്നുണ്ട്. 240 രൂപ റേറ്റ് വരുന്നത്. ഇത് ഷിപ്പിംഗ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ റിവ്യൂ ചെയ്യാനുള്ള റീസൺ, ഞാൻ നോക്കി എടുക്കുന്ന സമയത്ത് യഥാർത്ഥ സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ലാസ്റ്റിങ്ങിന്റെ കാര്യം മാക്സിമം പോകണമെങ്കിൽ 1 hour അതിന്റെ താഴേക്ക് നമുക്ക് ലാസ്റ്റിങ് അത്രയും കിട്ടുന്നില്ല എന്നുള്ള പറയുന്നത്. നമുക്ക് മാക്സിമം 45 minute ഒക്കെയാണ്. മീൻസ് ഇനിയിപ്പോൾ പുറത്താണെങ്കിൽ പോലും നമുക്ക് അത്ര സ്മെല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ. വലിയ ലാസ്റ്റിംഗ് ഇല്ല. പക്ഷെ ഇതിന്റെ സ്മെല്ല്, ഒറിജിനൽ പെർഫ്യൂമിന്റെ ഒക്കെ സ്മെല്ല് പരിചയപ്പെടണം എന്നുള്ളവർക്ക് ഒരു ഓപ്ഷനും കൂടിയാണ് ഇങ്ങനത്തെ ഒരു പെർഫ്യൂം. ഒരു ഡിയോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് ഇതിന്റെ സ്മെല്ല് എങ്ങനെ ഉണ്ട്, ഇതിന്റെ ലാസ്റ്റിങ്ങും ഫ്രാഗ്രൻസും ഒക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ടോട്ടലി നമ്മൾ ഇതിന് നോട്ട്സ്ക്ക് പോവാണെങ്കിൽ ഓപ്പണിങ്ങിൽ കിട്ടുന്നത് ചെറിയൊരു ഫ്ലോറൽ സ്മെല്ലാണ്. അതിനൊപ്പം തന്നെ ഫ്രഷും കിട്ടുന്നുണ്ട്. രണ്ടും നമുക്ക് ഓപ്പണിങ്ങിൽ പറയാൻ പറ്റും, ടോപ്പ് നോട്ടിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു ഫ്രഷ് നല്ലൊരു അരോമാറ്റിക് ഫീൽ ഉണ്ട്. പിന്നെ റോസിന്റെ സ്മെല്ലാണ് അതിന്റെ ബേസ് നോട്ടിൽ ഇങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നത് ചെറിയതായിട്ടോ. ഇത് ഞാൻ പറഞ്ഞ ഒറിജിനൽ അല്ല, അതിന്റെ പിന്നെ പെർഫ്യൂം ഫ്രാഗ്രൻസിനെ വെച്ചിട്ട് ക്ലോൺ ചെയ്യുന്നതാണ്, അഥവാ ബ്ലെൻഡ് കോപ്പി ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ സ്മെല്ല് അറിയാനുള്ള ഒരു ഓപ്ഷനെ ഞാൻ ഇതിൽ പറയണുള്ളൂ. അപ്പൊ ഇതിന്റെ ലാസ്റ്റിങ് ഞാൻ പറഞ്ഞു മാക്സിമം പോവുകയാണെങ്കിൽ 1/2 മണിക്കൂർ to 3/4 മണിക്കൂറിന്റെ ഉള്ളിൽ ഇതിന്റെ ലാസ്റ്റിങ് കിട്ടുള്ളൂ. നമ്മൾ നല്ലൊരു പെർഫ്യൂം അപ്ലൈ ഉപയോഗിക്കണം എന്നുള്ള എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന്റെ മുന്നേ സ്മെല്ല് എങ്ങനെയാണ്, നമ്മളെ ബോഡിക്ക് എത്രത്തോളം അതിന്റെ സ്മെല്ല് ഇഷ്ടമാവും, അതിന്റെ നമ്മളെ ബോഡിനേറ്റ സ്മെല്ല് എത്രത്തോളം പൊരുത്തപ്പെടും, സ്മെല്ല് ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ സ്മെല്ലിനെ നമുക്ക് ചിലപ്പം വില കൂടി ഒരു പെർഫ്യൂം വാങ്ങിയതിന് ശേഷം അത് ലാസ്റ്റിംഗ് ഇല്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്മെല്ല് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പൈസ പോകുന്നല്ലാതെ ഇങ്ങനത്തെ ഒരു പെർഫ്യൂം നമ്മൾ ആദ്യം ഡിയോ വാങ്ങി അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനോടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നത്. അപ്പോൾ പെർഫ്യൂമിന്റെ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.